അവൻ പേര് ചന്ദ്രട. ആ ഒരു ഡയലോഗ് അറിയണമെങ്കിൽ നിങ്ങൾ DC തിയേറ്ററിൽ തന്നെ കണ്ടേ പറ്റുള്ളൂ. വാട്ട് എ മൂവി. ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിൽ വെച്ചിട്ട് വൺ ഓഫ് ദി ബെസ്റ്റ് തമിഴ് കൾട്ട് മൂവി എന്ന് പറയാം. DC എക്സ്പെക്റ്റേഷൻ വാസ് പീക്ക്, പക്ഷേ സിനിമ അതിലും പീക്കായിട്ട് നിന്നു. ഇതിൽ 2-3 ആൾക്കാരുടെ പേര് എടുത്തു പറയേണ്ടതാണ്. വൺ, അനിരുദ്ധ്. സോ അനിരുദ്ധിൻ്റെ മാജിക്കൽ വേൾഡ് ഓഫ് മ്യൂസിക്കിൽ DC XXX ആയി, ഓക്കെ 3X ആയി. വാട്ട് എ മൂവി മാൻ, എന്താ പറയുക. ഇന്നലെ നൈറ്റാണ് സിനിമ കണ്ടത്. ഇന്നലെ നൈറ്റ് തന്നെ ആ എക്സൈറ്റ്മെൻറ്റിൽ റിവ്യൂ ഇടുന്നുണ്ടായിരുന്നു, പക്ഷേ ലേറ്റായി. അപ്പോൾ പിന്നെ അത് പറ്റിയില്ല. അശ്വിൻ കോക്കണ്ണ പറഞ്ഞ പോലെ ഇത് 2 അടിച്ചിട്ട് കാണേണ്ട മൂവിയാണ്. ഓഫ് കോഴ്സ് 2 അടിച്ചിട്ട് കാണേണ്ട മൂവിയാണ്. അയ്യോ, ഒരു രക്ഷയില്ല. ഒരു രക്ഷയില്ല. മാക്സിമം എൻജോയ് ചെയ്തൊരു മൂവിയാണിത്. ഓരോ സിനിമ തുടങ്ങി ടൈറ്റിൽ കാർഡിൻ്റെ മ്യൂസിക് മുതൽ സിനിമ എൻഡ് ചെയ്യുന്ന വരെ അനിരുദ്ധ് ഈ മൂവി കൊണ്ടുപോയൊരു സ്കെയിലുണ്ട്. അനിരുദ്ധിൻ്റെ മ്യൂസിക് കൊണ്ട് മൂവി കൊണ്ടുപോയൊരു സ്കെയിലുണ്ട്. അത് അനിരുദ്ധ്, എനിക്ക് അറിയില്ല, അനിരുദ്ധിൻ്റെ വൺ ഓഫ് ദി ബെസ്റ്റ് വർക്കായിരിക്കും DC ഇനി അറിയപ്പെടാൻ പോകുന്നത്. അതിലൊരു ഡൗട്ടും ഇല്ല. അപ്പം ഇതിൽ പറയണ പോലെ തന്നെ ഐ ഡോണ്ട് ഗിവ് എ ഡാം. എടുത്തു പറയേണ്ട 2-3 ക്യാരക്ടേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് ലോകേഷ് കനകരാജ്, എന്താണ് താങ്കൾ ചെയ്തു വെച്ചിരിക്കുന്നത്? സോ ലാസ്റ്റ് ഇയർ നമ്മുടെ LCU അത് സ്റ്റോപ്പായതുകൊണ്ട്, LCU മുന്നോട്ട് പോകാത്ത കൊണ്ട് കുറേ ട്രോളും കുറേ ക്രിറ്റിസൈസും അനുഭവിച്ചൊരു ഡയറക്ടറാണ് ലോകേഷ് കനകരാജ്. ഫ്രം ഡയറക്ടർ ടു ആക്ടർ വരുമ്പോൾ ഹീസ് ദി ബെസ്റ്റ്. ബിക്കോസ് ലോകേഷ് കനകരാജ് ഹീസ് എ ഡയറക്ടർ. സോ ഒരു ഡയറക്ടർ ആക്ടർ ആവുമ്പോഴുള്ള ഒരു മെയിൻ റീസൺ അതിൻ്റെ പീക്ക് ലെവലിലേക്ക് എവിടെ എന്ത് കൊടുക്കണമെന്ന് ലോകേഷിന് അറിയാം. അത് കറക്റ്റായിട്ട് ലോകേഷ് ഈ മൂവിയിൽ കൊടുത്തിട്ടുണ്ട്. സോ ഇത് കംപ്ലീറ്റ്ലി എന്താ പറയുക, ഒരു ബ്ലഡ് ബാത്ത് മൂവിയല്ല. ഇത് ഓക്കെ, DC ഒരു പോയം പോലെയാണ്. അതൊരു പോയം പോലെയാണ് പോകുന്നത് ഫ്രം ദ ബിഗിനിങ് ടു ദ എൻഡ്. പിന്നെ എടുത്തു പറയേണ്ടത് ലോകേഷ് ഡയറക്ടർ. ഓഫ് കോഴ്സ് ഡയറക്ടറിൻ്റെ ക്യാപ്റ്റൻ മില്ലറൊക്കെ എനിക്ക് വൺ ഓഫ് ദ ഫേവറേറ്റ് മൂവിയാണ്. കൾട്ട് ഡയറക്ടർ. നമ്മുടെ വെട്ടുമാറിന് ശേഷം എനിക്ക് തോന്നുന്നു അരുണായിരിക്കും ഒരു കൾട്ട് ഡയറക്ടർ എന്നറിയപ്പെടാൻ പോകുന്നത്. പിന്നെ വാമിക, അവൻ പേര് ചന്ദ്രട. അപ്പോൾ ഇതിന് എടുത്തു പറയാനുള്ള വേറൊരു കാര്യം എന്ന് വെച്ചാൽ മൂവിയുടെ മാർക്കറ്റിംഗ്. മൂവി റിലീസാവുന്ന മുന്നേ തന്നെ ഇതിൻ്റെ മ്യൂസിക് തമിഴ് വരുന്നുണ്ട്. ഇതിൻ്റെ മ്യൂസിക് എല്ലാം പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ തിയേറ്ററിൽ പോകുമ്പോൾ വരെ, അതിന് മുന്നേ വരെ ഒരു 1 വീക്കായിട്ട് ഞാൻ ഇതിലെ സോങ്സൊക്കെ ലൂപ്പായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ തിയേറ്ററിൽ പോകുമ്പോഴും ഈ മ്യൂസിക് കാറിലിങ്ങനെ വെച്ചിട്ടുണ്ട് പോകുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ ഹൈപ്പ്, നമുക്കതിൻ്റെ ഇമ്പാക്റ്റ് നമുക്കറിയാം, നമുക്ക് ആ സോങ്സ് അറിയാം. ബട്ട് അനിരുദ്ധ് മാൻ, എനിക്കറിയില്ല. അനിരുദ്ധ് കഴിഞ്ഞ ഒരു 5-6 വർഷമായിട്ട് അനിരുദ്ധ് നോൺ സ്റ്റോപ്പ് ഹിറ്റ് തന്നുകൊണ്ടിരിക്കുകയാണ്. ഈവൻ ആ മൂവി പൊട്ടിക്കഴിഞ്ഞാൽ, മൂവി ഫ്ലോപ്പ് ആണെങ്കിൽ വരെ ആ മ്യൂസിക് അതിൻ്റെ സ്പോട്ടിഫൈ നമ്മളത് സേവ് ചെയ്തിട്ട് നമ്മളത് ലൂപ്പായിട്ട് കേട്ടോണ്ടിരിക്കും. എനിക്കിപ്പം DCയുടെ മ്യൂസിക് സ്പോട്ടിഫൈയിൽ ഞാൻ ലൂപ്പായിട്ട് കേട്ടോണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ വരെ ഈ റിവ്യൂ ചെയ്യുന്ന മുന്നേ വരെ ഞാനത്, കാരണം ഇന്നലെയാണ് മൂവി കണ്ടത്. അപ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാനതിൻ്റെ ലൂപ്പായിട്ട് ഞാൻ കേട്ടോണ്ടിരിക്കുകയായിരുന്നു മ്യൂസിക്. അനിരുദ്ധ് മാൻ, കീപ്പ് ഇറ്റ് അപ്പ്. നിങ്ങൾ വേറെ ലെവലാണ്. നിങ്ങൾ എന്തുപയോഗിച്ചിട്ടാണ് തെരിയില്ല മച്ചാ. യു ആർ ദ ബെസ്റ്റ്. യു വിൽ ബി ദ ബെസ്റ്റ്. ദിസ് ഈസ് വൺ ഓഫ് യുവർ ബെസ്റ്റ് വർക്ക്. സോ പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, മൂവി തുടങ്ങുന്ന മുന്നേ എൻ്റെ ബാക്ക് സീറ്റിൽ കുറച്ച് മല്ലു ടീമുണ്ടായിരുന്നു. ഒരു ഗ്യാങ് ആയിട്ട് വന്നതാണ്. അപ്പം എനിക്ക് തോന്നുന്നു അശ്വിൻ കോക്കിൻ്റെ റിവ്യൂ കണ്ടിട്ട് 2 അടിച്ചിട്ട് വന്ന ടീംസാണ്. അപ്പോൾ അവർ ബാക്കിൽ നിന്ന് സിനിമ തുടങ്ങുന്ന മുന്നേ ആഡ് ഔട്ട് സമയത്തൊക്കെ കുറച്ച് അലമ്പായിരുന്നു, ഭയങ്കര ലൗഡായിരുന്നു, ടോക്കിങ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. സിനിമ തുടങ്ങി, ഞാൻ വെറുതെ പറയല്ല, സിനിമ തുടങ്ങി 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ദേ വെയർ സൈലൻറ്റ്. പിന്നെ അവർ മൂവിക്ക് നമ്മളെപ്പോലെ തന്നെ ഫുൾ എനർജിയിൽ അത് കറക്റ്റാണ്.
രണ്ടടിച്ചിട്ട് കാണേണ്ട പടമാണ് DC. അങ്ങനെ തന്നെ പറയാം, രണ്ടടിച്ചിട്ട് കാണേണ്ട പടമാണ്. കാരണം അത്രയ്ക്കുണ്ട് സിനിമ, അബ്സല്യൂട്ട് സിനിമ എന്നൊക്കെ പറയില്ലേ. കാരണം ഇതൊരു കൾട്ട് മൂവിയാണ്. ഇതിൽ ഇമോഷൻസ്, ഇതിൽ ആ ക്യാരക്ടറിൻ്റെ ഇമോഷൻസ്, പിന്നെ അവൻ പേര് ചന്ദ്രട പറയുമ്പോൾ നമ്മൾ ലൈക്ക് അവൻ പേര് ചന്ദ്രട, ആ രാഗ ഓഫ് മാഡ്നസ് അതിൽ പറയുമ്പോൾ ലൈക്ക് ആ സോങ്സ് കേട്ടോണ്ട് സിനിമയ്ക്ക് മുന്നേ ആ സോങ്സ് കേട്ടോണ്ടിരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു എന്താണ് അവൻ പേര് ചന്ദ്രട. അപ്പം നമ്മൾ കളിയാക്കി പറയും അതിനെന്താണ്. പക്ഷേ മൂവി കണ്ടപ്പോൾ മനസ്സിലായി അവൻ പേര് ചന്ദ്രട, അതിൽ കാരണമുണ്ട്. അപ്പോൾ ദിസ് ഈസ് വൺ ഓഫ് ദ പീക്ക് ബെസ്റ്റ് എക്സ്പീരിയൻസ് ഐ ഹാഡ്. അപ്പോൾ ഇതൊരിക്കലും നിങ്ങൾ തിയേറ്ററിൽ മിസ് ചെയ്യാൻ പാടില്ല. ഇത് OTT കാണേണ്ട മൂവിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ തിയേറ്ററിൽ ആ ഒരു സൗണ്ട് എഫക്ട്സിൽ അനിരുദ്ധിൻ്റെ മാജിക്കൽ മ്യൂസിക് വേൾഡിൽ കാണേണ്ട ഒരു മൂവിയാണ്. പിന്നെ അതിൽ അൺനെസസറി ആയിട്ട് ഒരു സാധനങ്ങളും ഇല്ല. എല്ലാം നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഓവറായിട്ട് കുറേ പേരെ കൊല്ലുന്നു പിടിക്കുന്നു അങ്ങനെയൊന്നുമില്ല. ഫുൾ റോ ആയിരുന്നു. എങ്ങനെ ഒരു ഹ്യൂമൻ ബീയിങ് എങ്ങനെ നമ്മൾ റിയാക്ട് ചെയ്യും, എങ്ങനെ നമ്മളെങ്ങനെ ആവും എന്നൊരു സാധനം ഭയങ്കര റിയലിസ്റ്റിക് ആയിരുന്നു. ടോപ്പ് നോച്ച് റിയലിസ്റ്റിക് ആയിരുന്നു മൂവി. പിന്നെ എടുത്തു പറയേണ്ടത് സോങ്സ് തന്നെയാണ്. ഇതിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആവറേജ് മൂവി എങ്ങനെ ഹൈ ലെവലിൽ ഒരു അബ്സല്യൂട്ട് സിനിമ ആക്കാന്നുള്ളതൊരു മ്യൂസിക് കൊണ്ട് എങ്ങനെ അബ്സല്യൂട്ട് ബാങ്ങർ അബ്സല്യൂട്ട് സിനിമ ആക്കാന്നുള്ളൊരു ബെസ്റ്റ് എക്സാമ്പിളാണ് DC. പിന്നെ വേറൊരു കാര്യം പറഞ്ഞാൽ DC. അപ്പോൾ DC ആദ്യം കേട്ടപ്പോൾ വിചാരിച്ചു ഒന്ന് മാറുന്നിട്ടൂടെ. ബട്ട് അതല്ല, DC ചന്ദ്രയാണ്. D എന്നുള്ളത് ലോകേഷിൻ്റെ ക്യാരക്ടർ നെയിമാണ്. എനിക്കത് റിവീൽ ചെയ്തെന്ന് അറിയില്ല, ഇപ്പോൾ സ്പോയിലറാവും, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പം അതും മേക്ക് സെൻസ്. ഗൺസ് ആൻഡ് റോസസ്, വാട്ട് എ മൂവി മാൻ. ഇതിൽ അഭിനയിച്ച എല്ലാവരും, ആ ഒരു ബ്ലഡി ഗ്യാങ്, ബ്ലഡി ബാൻഡ്, അതൊരു ബ്ലഡി ഗ്യാങ്, ആ ബ്ലഡി ബാൻഡ്, അതിൻ്റെ മ്യൂസിക് ഇന്നാണ് റിലീസ് ചെയ്തത് അനിരുദ്ധ്. സോ അനിരുദ്ധ് ഹി വാസ് ഓൺ സ്റ്റിറോയിഡ്സ്. എനിക്കറിയില്ല എങ്ങനെ ഇത് മേക്ക് ചെയ്തെന്ന്. ഒരു രക്ഷയില്ല. മ്യൂസിക് വാസ് പീക്ക്. പിന്നെ വേടൻ്റെ ആ ഒരു പോർഷൻ, ബൂംബാഡിക, ആ സോങ് അഡിക്റ്റഡ്. പക്ഷേ ആ മൂവിയിൽ ഞാൻ വിചാരിച്ചു വേടൻ്റെ പോർഷൻസ് വരുന്നില്ല. അപ്പം വിചാരിച്ചു ഓക്കെ അത് കട്ട് ചെയ്ത് കാണും. പക്ഷേ വേടൻ്റെ പോർഷൻ വന്ന സമയത്ത് തിയേറ്റർ വാസ് നെക്സ്റ്റ് ലെവൽ. ഞാനൊക്കെ കുറേ നാൾക്ക് ശേഷമാണ് ഇത്രയും എൻജോയ് ചെയ്തിട്ട് കാർക്കൂവി എന്നൊക്കെ പറയാം. ലൈക്ക് അത്ര എൻജോയ് ചെയ്തിട്ട് കണ്ടൊരു മൂവി. അതും മിഡ് നൈറ്റാണ് കണ്ടത്, ഹൗസ്ഫുള്ളായിരുന്നു. മസ്റ്റ് വാച്ച് മൂവിയുടെ ഒരു രക്ഷയില്ല. നിങ്ങൾ ആരാണെങ്കിലും എവിടെ നിന്നാണെങ്കിലും ഈ മൂവി മിസ് ചെയ്യാൻ പാടില്ല. OTTയിൽ കാണാനേ പാടില്ല. സോ ഞാൻ മേ ബി ഒന്നുകൂടി തിയേറ്ററിൽ പോയി കാണാൻ ചാൻസ് ഉണ്ട്. അത്രയ്ക്കുണ്ട് ആ മൂവി. ലൈക്ക് നമുക്ക് തരുന്നൊരു ഹൈ, നമുക്ക് തരുന്നൊരു ഫീൽ, ആ മ്യൂസിക്കൽ വേൾഡിലേക്ക് നമ്മൾ അനിരുദ്ധ് കൊണ്ടുപോകുന്നൊരു ഫീലിംഗ്. സോ DC വൺ ഓഫ് ദ ബെസ്റ്റ് മൂവി തമിഴ് ദിസ് ഇയർ. DC തൂക്കി.